പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 124 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ മഹാജനനത്തിൻ്റെ തീവ്രമായ അനുസ്മരണത്തിലാണ്. ഈശോ ബത്ലഹേമിൽ ജനിച്ചപ്പോൾ നമ്മൾ ദൂതന്മാർ, സ്വർഗീയ ഗണം, സൈന്യവ്യൂഹം ആട്ടിടയന്മാരുടെ പക്കൽ ചെന്ന് അവരെ ആ സദ്വാർത്ത അറിയിച്ചതും സന്തോഷത്തിൻ്റെ സ്തുതിഗീതികൾ ഉയർത്തിയതും നമുക്കറിയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമ്മൾ ഈ ഭാഗം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഭാഗം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നും പരിഭാഷപ്പെടുത്തി കാണുന്നുണ്ട്. അതിൻ്റെ ഹീബ്രു പദം, അവിടെയുള്ള ഹീബ്രു പദം, ഗ്രീക്ക് പദം ഏതാണ്? എപ്പിഗേസ് എയ്റേനെ എൻ ആന്ത്രോപോയിസ് യുദോക്കിയാസ്. ആ യുദോക്കിയ എന്നതാണ് ഈ സന്മനസ് എന്നും ദൈവകൃപ എന്നും വിവിധ രീതികളിൽ പരിഭാഷപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, യുദോക്കിയ എന്നതിന് അത് നല്ല ചിന്ത അല്ലെങ്കിൽ നല്ല അഭിപ്രായം എന്നൊക്കെ ആശയം വരാം. യുദോക്കിയ നോക്കൂ, ഫിലിപ്പിയക്കാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ചിലർ അസൂയയും മാത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു. സന്മനസ് അവിടെ യുദോക്കിയ എന്നുള്ള പദമാണ്. സന്മനസ് എന്നാണ് പരിഭാഷ. അതേസമയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇതേ പദം യുദോക്കിയ വരുന്നത് മറ്റൊരു അർത്ഥത്തിലാണ്. 11:26 നമ്മളിങ്ങനെയാണത് വായിക്കുന്നത്: അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. അപ്പോൾ ദൈവത്തിൻ്റെ അഭീഷ്ടം, ദൈവത്തിൻ്റെ ഇച്ഛ, അതൊക്കെയാണ് അവിടെ യുദോക്കിയ എന്ന പദത്തിന് അർത്ഥം. ലൂക്ക 10-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ നമ്മൾ സമാനമായ അർത്ഥത്തിൽ ഇതേ പ്രയോഗം കാണുന്നുണ്ട്. ഈശോ പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ: പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭിഷിക്തം, അവിടുത്തെ അഭീഷ്ടം. അപ്പോൾ യുദോക്കിയ എന്ന ഗ്രീക്ക് പദത്തിന് സന്മനസ് എന്നൊരർത്ഥവുമുണ്ട്. അഭീഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, ഒപ്പം ദൈവത്തിൻ്റെ പ്രീതി എന്നും അർത്ഥമുണ്ട്. കേട്ടോ, അപ്പോൾ സന്മനസ്, പ്രീതി, ഈ അർത്ഥങ്ങൾ. അതുപോലെ തന്നെ എഫേസോസുകാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 5ഉം 9ഉം വാക്യങ്ങളിൽ, ഫിലിപ്പിയർ 2:13, ഇവിടെയൊക്കെ ഈ രണ്ടാമത്തെ അർത്ഥം നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, നോക്കൂ, മാലാഖമാരുടെ ഗീതത്തിൽ
എപ്പിഗസ് എയ്റേനെ, ഭൂമിയിൽ സമാധാനം. എൻ അന്ത്രോപോയിസ്, മനുഷ്യർക്ക് സമാധാനം, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ സമാധാനം. യുദോക്കിയാസ്, എങ്ങനെയുള്ള മനുഷ്യർ? സന്മനസ്സുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭീഷ്ടം, അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി ഉള്ള മനുഷ്യർക്ക് സമാധാനം. നോക്കൂ, ഈശോ ജനിച്ച ആ രാത്രിയിൽ ലോകത്തുള്ള സകല മനുഷ്യർക്കുമായി സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. സന്മനസ് അഥവാ ദൈവത്തിൻ്റെ പ്രീതി, അതാണ് വളരെ ആവശ്യകമായത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇതിൽ വായിച്ച് കേൾക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ വേലിത്തിരിവുകളില്ല, വേലി കെട്ടി തിരിച്ചിട്ടില്ല, അവിടെ ബൗണ്ടറീസ് ഇല്ല. സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം, ലോകത്തിലെ സകല മനുഷ്യർക്കും സമാധാനം. യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പ്രീതി എല്ലാവരെയും സ്പർശിച്ചിരിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മുടെ സന്മനസ്, നമ്മുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്ഷമയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ഒക്കെയായ നമ്മുടെ ഒരു പ്രത്യുത്തരം, അത് തീർച്ചയായും സമാധാനത്തിന് വളരെയേറെ ആവശ്യമാണ്. വെറുതെയല്ല ഈശോ പറഞ്ഞത്, സമാധാനം സംസ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ സമാധാനം. നമ്മുടെ സന്മനസ്സുകൊണ്ട് യേശുക്രിസ്തുവാകുന്ന സമാധാനത്തെ ലോകമെങ്ങും പരത്താൻ ഈ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുന്നു. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം.